ഹായ്. ഈ കഴിഞ്ഞ ദിവസം ഒടിയൻ മൂവി കണ്ടു. വെള്ളിയാഴ്ച റിലീസ് ഡേയിൽ ഇതിനെക്കുറിച്ച് വളരെ നെഗറ്റീവ് പബ്ലിസിറ്റി, പല രീതിയിലുള്ള ട്രോളുകൾ എല്ലാം നമ്മൾ വാട്സപ്പിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ നൈജീരിയയിലാണ്. അപ്പം ഇവിടെയുള്ള എല്ലാവരും തന്നെ ഒരു വിധത്തിൽ അത് വിശ്വസിച്ചു എന്ന് തന്നെ പറയാം. അപ്പം 2 ഷോ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 2 ഷോയും ഏകദേശം ഫുള്ളായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വന്നിരുന്നത്. അപ്പോൾ പല ആൾക്കാരും കുറച്ച് മടിച്ചു പിന്നീട് ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട്. പക്ഷേ എന്തോ ഇവിടെയുള്ള ആൾക്കാരുടെ എന്താ പറയുക, അവരുടെ ഒരു അപ്രോച്ച് കാരണമാണ്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് കാരണമാണ് അവർ ഇതിൽ വിശ്വസിച്ചില്ല സത്യം പറഞ്ഞ ഇതിൽ. അപ്പോൾ അവരെല്ലാം വിചാരിച്ചു നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ലാലേട്ടൻ്റെ ഒരു നല്ല പടം വരുന്നു, നമ്മളത് കാണുക, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടെ പോയിരുന്ന് കാണാൻ ഞങ്ങളത് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങൾ കാണാനായിട്ട് തീരുമാനിക്കും. 2 ഷോയിൽ ആദ്യത്തെ ഷോയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് മറ്റേ ഷോയിലുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറഞ്ഞുതരാം, നിങ്ങളത് എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പടം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും ഓരോ സീനും നമ്മൾ ചിലപ്പോൾ മലയാളികളുടെ ഒരു മെൻറ്റാലിറ്റി കാരണമായിരിക്കാം കുറ്റം അന്വേഷിച്ചുകൊണ്ടുള്ളൊരു സിനിമ കാണലായിരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഇതിൽ കുറ്റമൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളി പടം, ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും നല്ല എന്താ പറയുക, ഒരു നല്ലൊരു മൂവിയാണെന്ന ഒരു മൂഡിലിരുന്ന് കണ്ടു. അത് കണ്ടിറങ്ങിയ ഒരാൾ പോലും ഈ പടത്തിനെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. പിന്നെ മഞ്ജു വാര്യരുടെ ഒരു ഡയലോഗിനെ കുറിച്ച് വളരെ മോശമായിട്ട് ട്രോളുകളുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ പ്ലാൻ ചെയ്തു, ഓക്കെ തിയേറ്ററിനകത്ത് മഞ്ജു വാര്യർ ആ ഡയലോഗ് പറയാനകത്ത് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയ ഞങ്ങൾ വരെ ആ സീൻ വന്നപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. കാരണം മഞ്ജു വാര്യരുടെ ആ ഡയലോഗ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് അത് പറയുന്നത്. അതിന് വളരെ വളരെ മീനിങ്ങുകളുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ പൊട്ടന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ മനഃപൂർവ്വം കരിവരുത്തേക്കാനുള്ള ആൾക്കാരായിരിക്കും ഇത് പറഞ്ഞു നടന്നിട്ടുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടെ പറയാണ്, നല്ലൊരു മൂവി. ഞങ്ങൾ നൈജീരിയയിലുള്ള മലയാളികൾ 2 ഷോ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ട് തീർത്തു. ഇതൊരു പ്രൊമോഷനായിട്ടൊന്നും എടുക്കണ്ട, പക്ഷേ എവിടെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളുള്ളത് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ മാറ്റിക്കളയാമെന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ തന്നെ നേരിട്ട് സത്യം കണ്ടെത്തുക. സത്യം കണ്ടെത്തിയാലും മിണ്ടാതിരിക്കരുത്, കഴിയുന്നതും പ്രചരിപ്പിക്കുക. ഏതായാലും വളരെ നന്ദി. അതിലുള്ള ഓരോ ആക്ടേഴ്സും അവനവരുടെ റോളുകൾ വളരെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ആ മൂവിയുടെ സക്സസ്. താങ്ക് യു.